നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പാകിസ്ഥാനെ USA പരാജയപ്പെടുത്തിയതാണല്ലോ ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ സുപ്രധാനമായ വാർത്ത. പാകിസ്ഥാന് ഒന്നാന്തരം പണിയാണ് കിട്ടിയിരിക്കുന്നത്. 2022 T20 വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് സിംബാബ്വെ അവരെ ഒരു റൺസിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതുപോലെ USA സൂപ്പർ ഓവറിൽ അവരെ തോൽപ്പിച്ചിരിക്കുന്നു. മുട്ടൻ പണിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. കാരണം ഗ്രൂപ്പിൽ നിന്ന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് പാടുപെടും. USA 4 പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുകയാണ്. അവരുടെ അടുത്ത 2 കളികളിൽ ഒന്ന് വിജയിച്ചാൽ പോലും അവർക്ക് സൂപ്പർ 8ലേക്ക് കടക്കാൻ പറ്റും. അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരിക്കും. പാകിസ്ഥാന്റെ അടുത്ത കളി ഇന്ത്യക്കെതിരെയാണ്. ഇപ്പോഴത്തെ സ്ഥിതി വിശേഷത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ളത് പാകിസ്ഥാന് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നല്ല പണി കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥിതി വിശേഷമാണ് എന്നർത്ഥം. ഏതായാലും ഇന്ത്യക്ക് നമുക്ക് ആദ്യ കളിയിലെ തകർപ്പൻ വിജയം +3 നെറ്റ് റൺ റേറ്റ്, പാകിസ്ഥാനെ തോൽപ്പിച്ച് മുന്നേറാനുള്ള സുവർണാവസരം. ഇതിൽ നമ്മൾ ഡല്ലസിലെ പിച്ചും ന്യൂയോർക്കിലെ പിച്ചും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. 2 വ്യത്യസ്തമായ പിച്ചാണ്. അത് മറന്നുകൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. ഇന്നലെ USA പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയതിൽ നിന്ന് ഇന്ത്യക്ക് ചില ക്ലൂകൾ കിട്ടിയിട്ടുണ്ടാവണം. ലെഫ്റ്റ് ആം ബൗളർമാർക്കെതിരെ പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡർ മുട്ടിടിക്കുന്നു. സാധാരണ സബ് കോണ്ടിനെന്റൽ ബാറ്റർമാർ ലെഫ്റ്റ് ആം സ്പിന്നിനെയൊക്കെ വളരെ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതാണ്. പക്ഷെ അതല്ലല്ലോ ഇന്നലെ നമ്മൾ കണ്ടത്. എത്ര മനോഹരമായിട്ടാണ് USAയുടെ ലെഫ്റ്റ് ആം സ്പിന്നർ ബൗൾ ചെയ്തത്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. തമിഴ്നാട്ടിലെ ലൗഡയിലെ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചതുമൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ നോസ്തുഷ് കെഞ്ചികെ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്ത് 3 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. പിന്നെ ലെഫ്റ്റ് ആം സീമർ നേത്രവൽക്കർ ഇന്ത്യൻ അണ്ടർ-19 വേൾഡ് കപ്പിലെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം 2 വിക്കറ്റുകളും വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ലെഫ്റ്റ് ആമർമാർക്കെതിരെ മുട്ടിടിക്കുന്ന പാകിസ്ഥാൻ. നമുക്ക് 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണുള്ളത്. 2 പേരെയും, അതായത് ജഡുവിനെയും അതുപോലെ അക്സർ പട്ടേലിനെയും ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു, പിച്ച് വ്യത്യാസമാണ്. ന്യൂയോർക്കിലെ പിച്ചിൽ പേസ് ബൗളേഴ്സിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ ആദ്യ കളി വിജയിച്ചതിന് ശേഷം, അതായത് നമ്മൾ ആദ്യ കളിയിൽ ആ രൂപത്തിൽ മികവ് കാണിച്ച് അയർലൻഡിനെ തോൽപ്പിച്ചതിന് ശേഷം രോഹിത് ശർമ്മ പറയുന്നുണ്ടായിരുന്നു, സ്പിന്നർമാരെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയ പിച്ചല്ലേ, ഇവിടെ സീമർമാർക്ക് ആനുകൂല്യമുള്ള പിച്ചാണ്. സ്പിന്നർമാർ ഈ ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ ലേറ്റർ സ്റ്റേജിൽ ഉപയോഗം വരും, അവരുടെ സേവനം ഉപയോഗം വരും, ആവശ്യം വരും എന്നായിരുന്നു രോഹിത് ശർമ്മ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് 2 സ്പിന്നർമാരെ വെച്ചാണ് ഇന്ത്യ കഴിഞ്ഞ കളി ഇറങ്ങിയത്. അതുപോലെ തന്നെ ആയിരിക്കും പാകിസ്ഥാനെതിരെ ഇറങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിന്റെ സാന്നിധ്യം പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് കഴിഞ്ഞ കളി നൽകുന്ന സൂചന. ന്യൂയോർക്കിലെ പിച്ച് ബാറ്റിങ്ങിന് നല്ല ദുഷ്കരമായിട്ടുള്ള പിച്ചാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ജസ്പ്രീത് ബുംറ, പിന്നെ അർഷ്ദീപ് സിംഗ് തുടങ്ങിയ മുഹമ്മദ് സിറാജ് തുടങ്ങിയ മികച്ച പേസ് ബൗളിംഗ് നിരയുമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടും പാകിസ്ഥാന്റെ ബാറ്റിംഗ് എന്ന് വേണം കരുതാൻ. ശരിയാ, പാകിസ്ഥാന് നല്ല ബൗളേഴ്സ് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ന്യൂയോർക്കിലെ സിറ്റുവേഷൻ അവർക്കും സ്യൂട്ടബിൾ ആണ്. പക്ഷെ അവരുടെ സ്പിന്നർമാർ ഇന്ത്യൻ സ്പിന്നർമാരുടെ അടുത്ത് വരുന്നവരല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ സമ്മതിക്കണം. അപ്പോൾ അവിടെയും എഡ്ജ് തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് തന്നെയാണ്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവതാളത്തിലായി. ഈ തോൽവി ഒരു പക്ഷേ അവർക്ക് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വഴി പോലും കാണിച്ചു കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് വെറുതെ പറയുന്നതല്ല. USA അവരുടെ 2 കളിയും വിജയിച്ചതോടുകൂടി ഗ്രൂപ്പ് എയിൽ 4 പോയിന്റോടെ ഒന്നാമത് നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റു എന്ന് കരുതിക്കും അടുത്ത കളി മിക്കവാറും അതിനാണ് സാധ്യത. അങ്ങനെ വന്നാൽ പിന്നെ അവർക്ക് 2 കളിയേ ഉള്ളൂ. ആ 2 കളി വിജയിച്ചാൽ പോലും 4 പോയിന്റേ ആവൂ. അതാണ് പ്രശ്നം. പാകിസ്ഥാൻ ഇൻ ഡീപ് ട്രബിൾ. അതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കെതിരെ അവർ ന്യൂയോർക്കിൽ വിജയിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ചുണക്കുട്ടികൾ ആ മത്സരം വിജയിച്ച് പാകിസ്ഥാന്റെ വേൾഡ് കപ്പിലെ മോഹം അങ്ങ് തീർക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.